വക്കീലിന്റെ കോള് ഞാനിന്ന് പ്രതീക്ഷിച്ചു. വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്രത്തിൽ പരസ്യം വന്നിരിക്കല്ലേ. ആ പരസ്യം കണ്ട് ആരെങ്കിലും പ്രേമിച്ച് തിരിച്ചറിയുമെന്ന് എന്റെ പേടി. അതൊന്നും നടക്കില്ല. പ്രേമ എന്ന സിദ്ധുവിന്റെ ചേച്ചിയെ ഒരു ഈച്ച പോലും കാണില്ല. അത്ര ഭദ്രമായിട്ടാ ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഉറപ്പാണോ? വിശ്വസിക്കാമോ? മറ്റുള്ളവർ പറയുന്ന പോലൊന്നും അല്ല. ശരത്ത് പറഞ്ഞാലേ പറഞ്ഞതാ. അപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലേ? ഒരു പേടിയും വേണ്ട. ഇനി ഒരു സംശയം കൂടി. പാർവതി അമ്മയെ കാണാനില്ലല്ലോ. ആ കാണാതാകലും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംസാരം ഉണ്ടോ? ഇല്ല. പിന്നെ അല്ല, സംശയം തോന്നി ചോദിച്ചു. ഇഷ്ടായില്ലെങ്കിൽ മറുപടി പറയണ്ട. ഞാൻ എന്തിനാ വക്കീലിന്റെ അടുത്ത് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ചെയ്തു എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പോ നീ ചെയ്തു? ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ അമ്മയെ ഞാൻ രക്ഷിച്ചാൻ. ഈ വീട്ടിൽ എന്നെ സ്നേഹിച്ചിരുന്നത് അമ്മ മാത്രമായിരുന്നു എനിക്കറിയാലോ. അങ്ങനെ ഒരാളെ ഞാൻ തട്ടിക്കൊണ്ടുപോകാനോ? അത്ര നീചനാണോ ഞാൻ? സോറി, ഞാൻ ശരത്തിനെ വെറുതെ തെറ്റിദ്ധരിച്ചു. സാരമല്ല, ഞാൻ ക്ഷമിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുള്ളി സംസാരം വേണ്ട. പോലീസേ നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നൊരു സംശയം. അങ്ങനായ രണ്ടുപേരും പെടും. എന്തെങ്കിലും പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ നേരിട്ട് കാണാം. എല്ലാം നേരിട്ട് മതി. മനസ്സിലായോ? ശരി. ആ, എന്നാ വെച്ചോ. ഇതുവരെ ആരും വിളിച്ചില്ലല്ലോ സിദ്ധു. വിളിക്കുവച്ചാ, വിളിക്കും തന്നെയാ എന്റെ പ്രതീക്ഷ. വിളിച്ചാ മതിയായിരുന്നു. എനിക്കാ പ്രതീക്ഷയില്ല. പരസ്യത്തിന് മുടക്കിയ കാശ് പോയി. നീ അങ്ങനെയല്ലേ പറയൂ. ഈ വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത് നിനക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കുക. എന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ. അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കേണ്ടി വരുമായിരുന്നോ? എന്താ അത്? CCTV. എന്തുകൊണ്ട് ഈ വീട്ടിലൊരു CCTV പിടിപ്പിച്ചില്ല? അത് ശരിയാ. ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. CCTV പിടിപ്പിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാ. അത് പിടിപ്പിച്ച കാമുകിയും കൊണ്ട് രഹസ്യമായിട്ട് ഇവിടെ വരാൻ പറ്റില്ലല്ലോ വക്കീൽ സാറിന്. സ്വന്തം കള്ളത്തരങ്ങള് ആരും അറിയാതിരിക്കാൻ വേണ്ടി CCTV വേണ്ടെന്ന് വെച്ചു. പക്ഷെ കിട്ടിയപ്പോ ആർക്കിട്ട് കിട്ടി? ചേച്ചിക്കിട്ട് കിട്ടി. CCTV വെക്കാത്തതുകൊണ്ടല്ലേ നീയും വിഷ്ണുവും കൂടി ഇവിടെ വന്നത്? അന്ന് ചേച്ചി അത് കൈയോടെ പിടിച്ചതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നോട് തർക്കിച്ച് ജയിക്കാൻ അല്ലെങ്കിൽ സിദ്ധോടിന് നല്ല മിടുക്ക. ആ കഴിവെന്താ സ്വന്തം കാര്യത്തിൽ കാണിക്കാത്തത്? ചേച്ചിയെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പത്ര പരസ്യം കൊടുത്ത് മേൽപോട്ട് നോക്കിയിരിക്കുക. ആരെങ്കിലും വിളിക്കൊന്നും കാത്ത്. ആര് വിളിക്കാൻ? നിരാശയായിരിക്കും ഫലം. അതിലൊരു സംശയവും വേണ്ട.